ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. യുവജനങ്ങൾക്ക് ആഗോള തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ ഇന്ത്യ വിവിധ രാജ്യങ്ങളുമായി കൈകോർക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വീഡിയോ കോൺഫറൻസിംഗിലൂടെ 19ാമത് റോസ്ഗാർ മേളയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ 47 കേന്ദ്രങ്ങളിലായി നടന്ന റോസ്ഗാർ മേളയിൽ റെയിൽവേ, ആഭ്യന്തരം, ആരോഗ്യം തുടങ്ങിയ വിവിധ മന്ത്രാലയങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത 51,000-ലധികം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്തു. ദേശീയ റോസ്ഗാർ മേളയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഉദ്ഘാടനം ചെയ്തു. ദക്ഷിണ റെയിൽവേ സംഘടിപ്പിച്ച ചടങ്ങിൽ 130ഓളം പേർക്ക് നിയമന കത്തുകൾ വിതരണം ചെയ്തു. പാലക്കാട് നടന്ന റോസ്ഗാർ മേളയിൽ 137 പേർക്ക് നിയമന ഉത്തരവ് കൈമാറി. പരിപാടിയിൽ കേന്ദ്രമന്ത്രി HD കുമാരസ്വാമി മുഖ്യാതിഥിയായി. സംസ്ഥാനതല സ്കൂൾ പ്രവേശനോത്സവം ജൂൺ 1-ന് തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് HSSൽ രാവിലെ 9 മണിക്ക് പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. ലഹരിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി കേരളത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ദി നാർക്കോ ഹണ്ട് എന്ന പേരിൽ നടപടികൾ ആരംഭിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജൂൺ 1-ന് സ്കൂൾ തുറക്കുന്ന ദിവസം സംസ്ഥാന വ്യാപകമായി പദ്ധതിക്ക് തുടക്കമാകും. കുട്ടികളെ ലഹരിയിലേക്ക് നയിക്കുന്ന സംഘങ്ങളെ കണ്ടെത്തി ഉന്മൂലനം ചെയ്യുകയാണ് പ്രധാന ലക്ഷ്യം. പാഠപുസ്തകങ്ങളുടെ വിതരണം കാര്യക്ഷമമാക്കാൻ നടപടിയെടുത്തതായും ഈ മാസം 30-നുള്ളിൽ പാഠപുസ്തകങ്ങളുടെ വിതരണം നടക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. PM ശ്രീ പദ്ധതിയിൽ നിന്നും പിൻവാങ്ങാൻ സാധിക്കുമോ എന്ന കാര്യം പരിശോധിക്കുമെന്നും SSLC പാസ്സാകുന്ന വിദ്യാർത്ഥികൾക്ക് അതേ വിദ്യാഭ്യാസ ജില്ലയിൽ ഹയർ സെക്കൻഡറി പഠനം ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. വർക്കലയിൽ നിന്നെത്തിയ വിനോദസഞ്ചാരികൾക്ക് നേരെ മൂന്നാറിൽ അതിക്രമമുണ്ടായ സംഭവത്തിൽ തമിഴ്നാട് പോലീസ് 3 പേർക്കെതിരെ ജാമ്യമില്ലാ കുറ്റം ചുമത്തി FIR രജിസ്റ്റർ ചെയ്തു. വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ് പ്രതികരിച്ചു. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് ഇന്ന് കൂടിയത്. 10 ദിവസത്തിനിടെയുണ്ടാകുന്ന മൂന്നാമത്തെ വില വർധനവാണ് ഇത്. തിരുവനന്തപുരത്ത് പെട്രോളിന് 112 രൂപ 65 പൈസയും ഡീസലിന് 101 രൂപ 56 പൈസയുമായി ഉയർന്നു. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും ലഭ്യത ഉറപ്പാക്കിയിട്ടുണ്ടെന്നും വിതരണം കൃത്യമായി നടക്കുന്നുണ്ടെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. ഹോർമുസ് കടലിടുക്ക് തടസ്സപ്പെട്ടതിന്റെ ആദ്യ 76 ദിവസങ്ങളിൽ ചില്ലറ ഇന്ധനവില മാറ്റമില്ലാതെ നിലനിർത്തിയ ലോകത്തിലെ ഏക പ്രധാന സമ്പദ്വ്യവസ്ഥയാണ് ഇന്ത്യയെന്നും സർക്കാർ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. സംസ്ഥാനത്ത് പവർ കട്ടില്ലെന്നും എന്നാൽ പവർ ഫെയിലിയർ ഉണ്ടാകുന്നുണ്ടെന്നും ജനങ്ങൾ സഹകരിക്കണമെന്നും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ് കണ്ണൂർ പ്രസ് ക്ലബ് സംഘടിപ്പിച്ച മീറ്റ് ദി പ്രസ് പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മഴക്കാല രോഗപ്രതിരോധ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കാൻ ആരോഗ്യമന്ത്രി K. മുരളീധരൻ നിർദ്ദേശം നൽകി. ഇതു സംബന്ധിച്ച് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത്. പകർച്ചവ്യാധി വ്യാപനമുണ്ടായാൽ രോഗികൾക്ക് മതിയായ ചികിത്സ ലഭ്യമാക്കാൻ ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാനും മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്താനും അടിയന്തര പ്രാധാന്യം നൽകാൻ മന്ത്രി നിർദ്ദേശിച്ചു. 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പൊതുവിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല നട ഈ മാസം 25-ന് തുറക്കും. 26-നാണ് പ്രതിഷ്ഠാദിനം. അന്നേ ദിവസം രാത്രി 10-ന് നടയടയ്ക്കും. വലിയ പെരുന്നാളിന് പൊതുജനങ്ങൾക്ക് അവശ്യ വസ്തുക്കളും സബ്സിഡി സാധനങ്ങളും സപ്ലൈകോ ഉറപ്പാക്കും. സപ്ലൈകോ വിൽപ്പനശാലകളിൽ ഈ മാസം 26 വരെയാണ് കിറ്റ് ലഭ്യമാവുക. 1,101 രൂപയുടെ ഭക്ഷ്യസാധനങ്ങൾക്ക് 850 രൂപയ്ക്കാണ് പ്രത്യേക കിറ്റായി നൽകുന്നത്. തിരുവനന്തപുരത്ത് ചിറയിൻകീഴ് മണ്ണൂർ ഭാഗം പട്ടളയിൽ നിയമവിരുദ്ധമായി ഗ്യാസ് സിലിണ്ടറുകളിൽ നിന്നും അപകടകരമാം വിധം LPG ചോർത്തി മറ്റ് സിലിണ്ടറുകളിലേക്ക് നിറച്ച് കരിഞ്ചന്തയിൽ വിൽക്കുന്ന പ്രവർത്തനങ്ങൾ കണ്ടെത്തി. ഇതിനായി ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും 261 സിലിണ്ടറുകളും ജില്ലാ സപ്ലൈ ഓഫീസറുടെ നേതൃത്വത്തിൽ നടന്ന റെയ്ഡിൽ പിടിച്ചെടുത്തു. തുടരന്വേഷണം നടന്നുവരുന്നു. 2025-ലെ VBG റാംജി നിയമത്തിന്റെ കരട് കേന്ദ്ര സർക്കാർ പ്രസിദ്ധീകരിച്ചു. പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത മാസം 21-നകം സമർപ്പിക്കാമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിന് പകരമായാണ് വികസിത് ഭാരത് റാംജി നിയമം നിലവിൽ വരുന്നത്. പുതിയ നിയമം ഈ വർഷം ജൂലൈ 1 മുതൽ പ്രാബല്യത്തിൽ വരും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ US സമഗ്ര തന്ത്രപ്രധാന പങ്കാളിത്തത്തിന്റെ പുരോഗതി ഇരുവരും വിലയിരുത്തി.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.